ശ്രീ വേദിയിലെ അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് സാഹസമാണ്. കാരണം മലയാളികൾക്ക് കുരീപ്പുഴ ശ്രീകുമാർ എന്നും ചാർവാക കവിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഒരു സാഹസമായ കാര്യമാണ്. നമുക്കറിയാം, AD 600 ഫെബ്രുവരി 17 ബ്രൂണോയെ ചുട്ടുകൊന്നത്. അദ്ദേഹം ഒരു വിവരക്കേട് പറഞ്ഞെന്നാണ് സഭ പറയുന്നത്. ഭൂമി നീണ്ടു പരന്നത്, നമ്മൾ കിടക്കാനുള്ള പായ പോലെ ചുരുട്ടി വയ്ക്കുന്നതും പർവ്വതങ്ങളായ ആണികൾ തറച്ച് അത് ചുരുളാതിരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിനാണ് ബ്രൂണോയെ 1600 ഫെബ്രുവരി 17 ചുട്ടുകൊന്നത്. അതുപോലെ തന്നെ തുടർന്ന് വന്ന ഗലീലിയോ ഭൂമി ഉരുണ്ടതെന്ന് മാത്രമല്ല കറങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും പീഡിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം കണക്ക് തീർത്തത് 2005 നും 10 ഇടയ്ക്ക്, 2000 ഫെബ്രുവരി 5 നും 10 ഇടയ്ക്ക് അന്നത്തെ പോപ്പ് ഒരു പ്രസ്താവന നടത്തി. കഴിഞ്ഞ 4000-ഓളം വർഷമായി ശാസ്ത്രചിന്തകളും ശാസ്ത്രസത്യങ്ങളും തുറന്നു പറഞ്ഞതിന് കത്തോലിക്ക സഭ ധാരാളം പേരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചുട്ടുകൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാന്യ പൊതുജനങ്ങളെ, നമ്മളെടുത്താണ് പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരണം എന്നാണ് അന്നത്തെ പോപ്പ് പ്രഖ്യാപിച്ചത്. അത് ലാറ്റിൻ ഭാഷയിൽ മിയാ കുൽപ്പ മിയാ കുൽപ്പ മിയാ കുൽപ്പ മിയാ മാക്സിമം കുൽപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2000 ഫെബ്രുവരി 5 7 ആണത് പ്രഖ്യാപിച്ചത്. അതുപോലെ സമൂഹം തയ്യാറാക്കി വച്ചിരിക്കുന്ന എല്ലാത്തിനെയും ആരെങ്കിലും എതിർക്കപ്പെട്ടാൽ അവരെ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ, ഇതെല്ലാം ഞങ്ങൾക്കെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചാതുർവർണ്ണ്യം ഒക്കെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. മലയാളികളുടെ മനസ്സിലും പോയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിതിൻ രാജിൻ്റെ മരണത്തെപ്പറ്റി ദുഃഖം രേഖപ്പെടുത്തുകയും അത് ഒരു സ്വീകരണ യോഗത്തിൽ പരാമർശിക്കുകയും ചെയ്തപ്പോഴാണ് കുരീപ്പുഴയെ ആക്രമിക്കാൻ തുനിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഭയമില്ല, ഞാൻ ചാകുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. അപ്പം ഞങ്ങൾ 1980 ശബരിമല മകരജ്യോതിസ് അനാവരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം, അതിനു മുമ്പേ കള്ളമാണെന്നറിയാം. അത് പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ പലയിടത്തും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട്ടിൽ മൈക്കും എടുത്ത് ഞങ്ങളെ കയ്യേറ്റങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ധാരാളം പേരുടെ എല്ലാ മനുഷ്യരെയും അവർ നിലവിൽ മതം വിശ്വസിക്കുന്ന ശരികൾക്ക് നേരെ സത്യം തുറന്നു പറയുന്നവരെല്ലാം പീഡിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും കേരളത്തിൽ പോലും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അവാർഡ് അദ്ദേഹം ഞാൻ ഈ ഇറ്റുവായ് സംഘത്തിൻ്റെ യുക്തിരേഖ ഈ ജൂലൈ ആഗസ്റ്റ് വരുമ്പോൾ 40 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ഈ 40 വർഷത്തെ ആളുകളെല്ലാം ഒന്ന് തിരിച്ച് കണ്ണോടിക്കാൻ വേണ്ടി ഞാൻ യുക്തിരേഖയുടെ ഒന്നാം വാല്യം 1983 സെപ്റ്റംബറിലാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും അത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അന്നേ തന്നെ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, അന്ന് പ്രായമത്ര 25 26 വയസ്സായപ്പോഴും അന്നും കവിത എഴുതുകയാണ്. തൻ്റെ ശരികളെ, ജാതിക്കെതിരെ, മതത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ 25 26 വയസ്സായപ്പോൾ തന്നെ അതിൽ യുക്തിരേഖയിലെ ആദ്യത്തെ ലക്കത്തിലും പുള്ളിയുടെ കവിതകളുണ്ട്. അങ്ങനെ മരണം വരെ എഴുതാനാണ്, അല്ലെങ്കിൽ കൊല്ലുന്നവരെ എഴുതാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന്
സംസ്ഥാന കമ്മിറ്റിയും അതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയും തീരുമാനിച്ചത്. അതിന് ഏറ്റവും അർഹതപ്പെട്ട ആൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ കേരള ഐക്യവാദി സംഘത്തിൻ്റെ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.